5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കെ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര ഭരണകക്ഷിയായ BJP. അതിനിടെ പുതിയ തലവേദനയായി പാചകവാതക വിലവർധനയും വിതരണക്ഷാമവും ഉയർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂട് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ പ്രശ്നം രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിട്ടുണ്ട്. സാധാരണ കുടുംബങ്ങളുടെയും ചെറുകിട വ്യാപാരികളുടെയും ദിനചര്യയെ ബാധിക്കുന്ന രീതിയിൽ പാചകവാതക വില ഉയർന്നതോടെ ഭരണകക്ഷിക്ക് ഇത് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 111.5 രൂപയും വർദ്ധിച്ചതോടെ രാജ്യത്തെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തമായി. ഇതിനോടൊപ്പം വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത കുറയുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ഹോട്ടലുകൾ, ചെറുകിട ഭക്ഷണശാലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ വലിയ പ്രതിസന്ധിയിലായി. വിലവർധനയും ക്ഷാമവും ഒരുമിച്ച് സംഭവിച്ചതോടെ സാധാരണ ജനങ്ങൾക്ക് അസന്തോഷം വർദ്ധിപ്പിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ പോലെയുള്ള അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെ രാഷ്ട്രീയമായി അനുകൂലമായി പ്രയോജനപ്പെടുത്താനും ധ്രുവീകരണ രാഷ്ട്രീയം ശക്തമാക്കാനും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പാചകവാതക ക്ഷാമം അപ്രത്യക്ഷമായി ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പ്രശ്നം കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ഭരണകക്ഷിക്ക് തിരിച്ചടിയാകാമെന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുള്ളിലുണ്ടെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, ഇടതു പാർട്ടികൾ തുടങ്ങിയ വിവിധ കക്ഷികൾ കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലാത്ത ഭരണനയങ്ങളെയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപിക്കുന്നത്. ജനങ്ങളുടെ ജീവിത ചെലവ് നിയന്ത്രിക്കാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വിമർശനവും ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വിലവർധനയും ക്ഷാമവും രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം അടുത്ത ദിവസങ്ങളിൽ രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകളെ കൂടുതൽ ചൊടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വലിയ രാഷ്ട്രീയ പ്രചാരണത്തിന് വിഷയം പ്രതിപക്ഷം ആയുധമാക്കും. ഈ സാഹചര്യത്തിൽ ഭരണതലത്തിലും രാഷ്ട്രീയമായി ഇതിനെ ചെറുക്കാനുള്ള നടപടികൾ വേണമെന്ന് BJP സംസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടെ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിന് ചില നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയെങ്കിലും ഇതുവരെ ഫലപ്രദമായില്ല. LPG സിലിണ്ടറിന് ക്ഷാമമുണ്ടെന്ന് വ്യാജ പ്രചാരണം നടത്തി ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന ആരോപണമുയർത്തി രാഷ്ട്രീയമായി നേരിടാനാണ് ഒരു വശത്തെ BJPയുടെ ശ്രമം. കോൺഗ്രസും തൃണമൂൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ തരത്തിൽ LPG ക്ഷാമത്തെക്കുറിച്ച് വാർത്തകൾ വരുന്നെന്ന് രണ്ട് പാർട്ടിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു BJP ആരോപിക്കുന്നത്. ഇറാൻ-US ഇസ്രായേൽ യുദ്ധത്തിനിടെ 40,000 മെട്രിക് ടണ്ണിലധികം LPG വഹിച്ചുള്ള ഇന്ത്യയിലേക്കുള്ള കപ്പൽ ഹോർമൂസസ് കടലൊടുക്ക് കടന്നു. യാതൊരു പ്രശ്നവുമില്ലാതെ കപ്പൽ സുഗമമായി ഹോർമൂസസ് കടലൊടുക്ക് കടന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. LPG വഹിച്ചുള്ള മറ്റൊരു കപ്പലും ഉടൻ ഹോർമൂസ് കടലൊടുക്ക് വഴി ഇന്ത്യയിലേക്ക് എത്തുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. ഇന്ത്യ-ഇറാൻ നയതന്ത്ര ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ ഹോർമൂസസ് കടലൊടുക്ക് കടക്കുന്നതായി പറയുന്നത്. ഹോർമൂസസ് കടലൊടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് ഇറാൻ സുരക്ഷിതമായി പാത ഒരുക്കിയെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയും ഇറാനും സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് പൊതുവായ താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെയും കഷ്ടപ്പാടാണ്. അതുപോലെ തിരിച്ചും. ആയതിനാൽ ഇന്ത്യ സർക്കാർ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾക്ക് പൊതുവായ താല്പര്യങ്ങളുള്ളതിനാൽ ഞങ്ങൾ ഇന്ത്യ സർക്കാരിനെയും സഹായിക്കണം, ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി. രാജ്യത്ത് ഉപഭോക്തൃത്തിനായുള്ള LPGയുടെ 60% ഇറക്കുമതി ചെയ്യുകയാണ്. പശ്ചിമേഷ്യയാണ് ഇന്ത്യയുടെ പ്രധാന LPG സ്രോതസ്. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളാണ് പ്രധാന വിതരണക്കാർ. ഇവിടങ്ങളിൽ നിന്നുള്ള LPGയുടെ 90% യുദ്ധബാധിതമായ ഹോർമൂസസ് കടലുക്ക് വഴിയാണ് എത്തുന്നത്. രാജ്യത്തേക്കുള്ള LPG ഇറക്കുമതിയുടെ 2,344% വരെ ഖത്തറിൽ നിന്നാണ്. പ്രതിവർഷം 53.3 ലക്ഷം ടൺ LPG ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകുന്നു എന്നാണ് കണക്ക്. $404 കോടി അധികമാണ് ഇടപാടിന്റെ വ്യാപാര മൂല്യം. ഖത്തർ കഴിഞ്ഞാൽ 26% വിഹിതവുമായി UAE രണ്ടാം സ്ഥാനത്തുണ്ട്. കൂടാതെ സൗദി അറേബ്യയും കുവൈത്തും നിർണായക LPG വിതരണക്കാരാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന LPG പ്രധാനമായും കേന്ദ്ര പൊതുമേഖല എണ്ണ കമ്പനികളാണ് ശേഖരിച്ച് വാണിജ്യാന്തര ആവശ്യത്തിന് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.